ഒരു കുട്ടി കഥ പറയട്ടെ. ഞാൻ 1.5 വർഷം മുന്നേ ടിൻഡർ ട്രഷർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതൊരു ഓൺലൈൻ ബിസിനസ് ആയിരുന്നു. അന്ന് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ചെയ്ത ഒരു തട്ടിക്കൂട്ട് പരിപാടിയായിരുന്നു എൻ്റെ ഈ ഓൺലൈൻ ബിസിനസ്. എങ്കിലും ഇന്ന് എനിക്കത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പറഞ്ഞു തരുന്നതല്ല, അന്നത് ചെയ്തു തുടങ്ങിയ സമയത്ത് നമ്മൾ ഓൺലൈനിലാണല്ലോ ഓർഡേഴ്സൊക്കെ എടുക്കുന്നത്. അപ്പം അടുത്തുള്ള ഓർഡേഴ്സൊക്കെ ഞാൻ തനിയെ പോയി ഡെലിവറി ചെയ്യുമായിരുന്നു. ആദ്യത്തെ ഒരു 10-15 ഓർഡേഴ്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പം നമ്മൾ തനിയെ പോയി അവർക്ക് ഡെലിവറി ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഞാൻ കേട്ട കുറച്ച് കമൻസ് ആണ്, എങ്ങനെ നടന്ന കൊച്ചാ ഇപ്പം വീട്ടിലൊക്കെ പോയി മാല വിൽക്കല പരിപാടി, മാലയും കമ്മലും ഒക്കെ വിൽക്കുക ചെയ്യണേ എന്നൊക്കെ പറഞ്ഞിട്ട്. അന്ന് ആക്ച്വലി അത് കേട്ടപ്പോൾ എനിക്ക് കുറച്ച് ഹേർട്ടായി. പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ അന്നും ഞാൻ എൻ്റെ ഒരു കുട്ടി ബിസിനസ്സിനെ നമ്മൾ വർക്ക് ചെയ്യുമായിരുന്നു, ഒന്ന് ഏൺ ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു ഞാൻ. ഇപ്പോൾ 1.5 വർഷം കഴിഞ്ഞു. ചെറുതാണെങ്കിലും എനിക്ക് സ്വന്തമായിട്ടൊരു ഷോപ്പുണ്ട്. ടിൻഡർ ട്രഷർ ബൈ കരിഷ്മ എന്ന് പറയുന്ന ഒരു കുട്ടി ബ്രാൻഡ് എൻ്റെതായിട്ട് എൻ്റെ തന്ന പേരിൽ എനിക്ക് സ്വന്തമായിട്ടുണ്ട്. ഐ ആം റിയലി പ്രൗഡ് ഓഫ് ദാറ്റ്. ആ ടിൻഡർ ട്രഷർ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ ഇന്ന് എനിക്ക് ഓൾറെഡി 3000+ കസ്റ്റമേഴ്സ് ഉണ്ടായിട്ടുണ്ട്, 500+ ബ്രൈഡ്സ് ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും അഫോർഡബിൾ രീതിയിൽ എനിക്ക് റെൻ്റൽ ജുവൽസ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും ഞാൻ ബിസിനസ് പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാനിപ്പോൾ 2 ദിവസം സ്റ്റോളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ശംഖുമുഖത്ത്. അപ്പം ആ ഇടയ്ക്ക് ഞാൻ കേൾക്കുന്ന കുറച്ച് കമൻസാണ്, ഈ കൊച്ചിന് നാണമൊന്നുമില്ലേ, ഈ കൊച്ചെന്തിനാ റോട്ടിലൊക്കെ നിന്ന് പണിയെടുക്കണേ, ഇപ്പോൾ റോട്ടിൽ നിന്ന് പണിയെടുക്കല അതിൻ്റെ പരിപാടി, ഇങ്ങനെ റോട്ടിൽ നിൽക്കുമ്പോൾ അതിനൊന്നും തോന്നുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ, ഞാൻ പണിയെടുക്കുവാണ്. ഒരു ഷോപ്പിനെ അല്ലെങ്കിൽ എൻ്റെ സ്വന്തം ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരിക്കലും ഞാൻ ചെറുതാകുന്നില്ല. നമ്മളെല്ലാവരും ട്രൈ ചെയ്യുവാണ്. അതായത് ഇന്ന് വലുതായിരിക്കുന്ന പലതും പണ്ടൊരു കുഞ്ഞു സാധനമായിരുന്നു. പെട്ടെന്നൊന്നും ആരും ഇതാവത്തില്ല. നമ്മൾ വർക്ക് ചെയ്യണം, വർക്ക് ചെയ്യുമ്പോഴേ കിട്ടുള്ളൂ. അപ്പം സ്വന്തം ബ്രാൻഡിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ട് ഞാൻ ഒരിക്കലും അഷെയിംഡ് അല്ല, അതെനിക്ക് എംബാരസിങ് അല്ല. ഞാൻ ഏൺ ചെയ്യുവാണ്. ആൻഡ് ഐ എം റിയലി പ്രൗഡ് ഓഫ് ദാറ്റ്. ഐ എം റിയലി പ്രൗഡ് ഓഫ് മീ ബീയിങ് ലൈക്ക് എൻ്റെ ഒരു ബിസിനസ്സിന് വേണ്ടി എനിക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ഞാനിടുന്ന എഫേർട്സ് വേറെ ആരും എടുത്തില്ല, കാരണം അത് എൻ്റെതാണ് എന്നൊരു തോട്ട് എനിക്കുണ്ട്. അപ്പോൾ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ എന്തെങ്കിലും കമൻസ് പറയുമോ എന്നോർത്ത് നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ നിന്നോ നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളിൽ നിന്നോ പിൻവലിയാൻ ശ്രമിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അരുത്. ഡോണ്ട് സ്റ്റോപ്പ് ഇറ്റ്, വർക്ക് ഫോർ ഇറ്റ്. എങ്ങാനും ബിരിയാണി കിട്ടിയാലോ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ബിക്കോസ് ഈ പറയുന്നവരാരും നമുക്ക് പൈസ കൊണ്ട് തരുകയോ ഭക്ഷണം വാരി തരുകയോ ചെയ്യില്ല. നമ്മൾ തന്നെ നമുക്ക് പണിയെടുക്കണം. അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആവുക എന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഗൈസ്, ഡു ദ ബെസ്റ്റ്, ലീവ് ദ റെസ്റ്റ്. ബൈ ബൈ.